Hello my dear students and parents. കാരണം ഈ വീഡിയോ കാണേണ്ടത് സ്റ്റുഡൻസും പേരൻസുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള, എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസിനും ഉണ്ട്, അതുപോലെ കുറേ അധികം പേരൻസിനും ഉള്ള ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടി നിലവിൽ ഞാൻ സ്കോർ ചെയ്യുന്നത് 400കളിലാണ്. ടോട്ടൽ 720 മാർക്ക് ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 400ന് ചുവടെയുള്ള മാർക്കുകളാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ പഠിക്കേണ്ടതുണ്ട്. സോ എനിക്ക് എന്തായാലും 650ൻ്റെ മേളിലേക്ക് കയറണം. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് 2 ആഴ്ചയാണ്, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പേരൻസും കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും നമ്മുടെ പേഴ്സണൽ ചാറ്റുകളിലും. സോ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഒരു സാധനം വളരെ ഉയരത്തിലിരിക്കുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് ഞാൻ ഒരു ഡയഗ്രമാറ്റിക്കിൽ ഒരു പടം വരയ്ക്കുകയാണ്. നമുക്ക് വളരെ ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമുക്ക് കോണിപ്പടികൾ വേണം, സ്റ്റെപ്പ് വേണം, സ്റ്റെയർ കേസ് വേണം, ലാഡർ വേണം. ആ ലാഡറിലേക്ക് കയറുമ്പോൾ 2 ടൈപ്പ് ഓഫ് ലാഡർ ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് ലാഡർ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് വളരെ അധികം അകലത്തിലാണ് ഇതിൻ്റെ കോണിപ്പടികൾ വെച്ചിട്ടുള്ളത്. വളരെയധികം ഉയരത്തിലാണ് ഇതിൻ്റെ കോണിപ്പടികൾ വെച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കോണി ഇങ്ങനെ വെച്ച് അതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ വളരെ അടുത്തടുത്ത് വെച്ചിട്ടുള്ള കോണികളാണ്. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്, ഈ രണ്ടാമത്തെ കോണി സ്റ്റെപ്പ് അടുത്തടുത്ത് വെച്ച കോണി കൂടി കയറാൻ എളുപ്പം. ഒരു സ്റ്റെപ്പ് വെച്ച് കയറിക്കൊണ്ടിരിക്കാം. ഒന്നാമത്തെ കോണിയുടെ താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ നിന്ന് മേളിലേക്ക് നോക്കി നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് അവർക്ക് അത് എത്തിപ്പിടിക്കാനും വലിഞ്ഞു കയറാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 400 മാർക്കാണ്. ആരും ആയിക്കോട്ടെ, നിങ്ങൾ +2 കഴിഞ്ഞ കുട്ടി, റിപ്പീറ്റർ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ കിട്ടുന്നത് 400 ആണ്. 400ൽ നിന്ന് നിങ്ങൾ ഒറ്റയടിക്ക് ഒരു ഹൈക്ക് 650ലേക്കാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഈ ഒരൊറ്റ അടിക്കുള്ള ഹൈക്ക് സാധാരണഗതിയിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, എക്സാമുകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ തിരിച്ച് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു കാര്യം പറയാം. 400 എന്നുള്ള മാർക്ക് നിങ്ങൾക്കൊരു 430 ആക്കാം. 430 എന്നുള്ളത് നിങ്ങൾക്കൊരു 460 ആക്കാം. 460ൽ നിന്ന് 500ലേക്ക് എത്തിക്കാം. 500ൽ നിന്ന് ഒരു 540ലേക്ക് എത്തിക്കാം. സോ ആ ഒരു രീതിയിലേക്ക് വന്ന് നിങ്ങൾക്ക് 650ലേക്ക് എത്താൻ ഇറ്റ് വിൽ ബി മോർ ഈസിയർ. കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിരിക്കും. സാധാരണഗതിയിൽ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. മിക്കവാറും 400 സ്കോർ ചെയ്യുന്ന കുട്ടികൾ അവരാരും മോശക്കാരല്ല, നല്ല തലയുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് 400 സ്കോർ ചെയ്യുന്ന കുട്ടികൾ. 400 സ്കോർ ചെയ്യുന്ന കുട്ടികൾ 650ലേക്ക് ഡയറക്റ്റ്ലി എത്താനുള്ള കഠിന പരിശ്രമത്തിൽ അവർ പറ്റിപ്പോകുന്നത്, അവർ കുറച്ചുകൂടി പിന്നോട്ടടിച്ച് അവരൊരു 300 മാർക്കിലേക്ക് പോയി ലാൻഡപ്പ് ചെയ്യുന്ന ഒരു കഥ നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾ എപ്പോഴും പടിപടിയായിട്ടുള്ള ഉയർച്ചകൾ മാത്രം സ്വപ്നം കാണാം. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും 650ന് മേളിൽ മാർക്ക് തന്നെയാണ് ടാർഗറ്റ് ഉണ്ടാവുക. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പടിപടിയായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ സ്വപ്നം കാണുക. വലിയ ഉയർച്ച ഒറ്റയടിക്ക് ഉണ്ടാകണമെന്ന് സ്വപ്നം കാണുമ്പം ചിലപ്പോൾ പതനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലും നമ്മുടെ പേഴ്സണൽ ചാറ്റിലും നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം വരുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ ഡൗട്ടുകൾ എന്തും ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.